ഉമ്മയും ബാപ്പയും എന്ത് ചോദിച്ചാലും അതിന് തിരിച്ചങ്ങോട്ടൊരു ചോദ്യമാണ്. എന്താ ഇപ്പൊ എന്തിനാ ചോദിക്കാൻ പാടില്ല. ബലി പെരുന്നാൾ വരുന്നു. ചെറിയ പെരുന്നാളിന് ഏതായാലും കുപ്പായം വാങ്ങി കൊടുത്തിട്ടുണ്ട്. ഭാര്യക്കും കുട്ടികൾക്കൊക്കെ കഴിഞ്ഞിട്ടാണ് അവസാനം ഉമ്മാന്റെ അടുത്ത് പോയി ചോദിക്കുക. അങ്ങനെയുണ്ട് ചില മക്കള്. ആദ്യം ഭാര്യനോട് ചോദിക്കും ഏതാ ഡ്രസ്സ് വേണ്ടത് ബലി പെരുന്നാളിന്. കുട്ടികളോട് ചോദിക്കും, എന്നിട്ട് അവനെക്കുറിച്ച് ചോദിക്കും, ചിന്തിക്കും. എന്നിട്ടോ എല്ലാം കഴിഞ്ഞിട്ട് ഉമ്മാന്റെ അടുത്ത് പോയി ചോദിക്കും. എന്താ ചോദിക്കുക? ഏത് ഡ്രസ്സാ വേണ്ടെന്നല്ല, ഡ്രസ്സ് ആവശ്യമുണ്ടോ, അങ്ങനെയാ ചോദ്യം. ഭാര്യനോട് ചോദ്യം വേറെയാണ്, മക്കളോട് ചോദ്യം വേറെയാണ്. ഉമ്മാന്റെ അടുത്ത് പോയി ചോദിക്കുകയാണ്. എന്താ കാരണം? ഇവന്റെ ധാരണയാണ് ഉമ്മക്ക് അത്യാവശ്യമൊക്കെ പ്രായമായല്ലോ, ഇപ്പൊ പഴയ തന്നെ ഇട്ടാ പോരെ, എന്തിനപ്പൊ പുതിയതൊക്കെ ഇടേണ്ട ആവശ്യം. അങ്ങനെയല്ല. പെരുന്നാൾ വരുമ്പോ ഒന്നാമതായി ചോദിക്കേണ്ടത് ഉമ്മാനോടാണ്, ബാപ്പാനോടാണ്. അതേ സമയത്ത് ചില കുട്ടികളൊക്കെ ധരിച്ചിരിക്കണ ബാപ്പക്കൊന്നും കുപ്പായ ആവശ്യമില്ല. എന്താ? ബാപ്പ എപ്പോ നോക്കിയാലും വെള്ള കുപ്പായം വെള്ള തുണികൾ നടത്തുന്ന, അതൊക്കെ പഴയ തന്നെ ഇട്ടാ പോരെ, അപ്പൊ പുതിയത് ഇട്ടാലും മനസ്സിലാവും ആളുകൾക്ക് പുതിയതാണെന്ന്. അത് ഒരേ കളർ തന്നെയല്ലേ. സുബ്ഹാൻ, അങ്ങനെ ആകാൻ പാടില്ല. ആദ്യം ചോദിക്കേണ്ടത് ബാപ്പാനോടാണ്, ആദ്യം ചോദിക്കേണ്ടത് ഉമ്മാനോടാണ്. ഉമ്മാനോടും ബാപ്പാനോടും ചോദിക്കണം. കാരണം അവർ കഴിഞ്ഞിട്ടേ നമുക്ക് ആരുള്ളൂ. ഉമ്മാനോട് ചോദിക്കണം. ഇതിന്റെ അർത്ഥം ഭാര്യനോട് ചോദിക്കാൻ പാടില്ല, കുട്ടിയോട് ചോദിക്കാൻ പാടില്ല എന്നല്ല. ഭാര്യക്ക് ഭാര്യൻ്റെതായ പരിഗണന, മക്കൾക്ക് മക്കളതായ പരിഗണന. എന്നാൽ ഭാര്യ ഉള്ളത് കൊണ്ട്, മക്കളുള്ളത് കൊണ്ട് ഉമ്മാനെ കൈവിടാൻ പറ്റൂല, ബാപ്പാനെ കൈവിടാൻ പറ്റൂല. ആദ്യം ബാപ്പാനോട് ചോദിക്കണം. ആദ്യത്തെ കുപ്പായം വാങ്ങി കൊടുക്കേണ്ടത് ബാപ്പക്കാണ്, ആദ്യത്തെ കുപ്പായം വാങ്ങി കൊടുക്കേണ്ടത് ഉമ്മാക്കാണ്. അങ്ങനെയാണ് അതിന്റെ കണക്ക്. സുബ്ഹാനല്ലാഹ്. അത് ഒരൽപ്പം വില കുറഞ്ഞാലും തിരക്കേടില്ല, അതൊന്നും നോക്കൂല. അതേ സമയത്ത് ഭാര്യക്കും മക്കൾക്കൊക്കെ വാങ്ങുമ്പോഴാണ് നല്ല വില ഉള്ളത് നോക്കുക. അതേ സമയത്ത് ഉമ്മക്കോ പ്രായമൊക്കെ ആയല്ലോ. അതേ സമയത്ത് ഉമ്മ പറയും എന്താ പറയാ, ഗൾഫിൽ നിന്നൊക്കെ വരുമ്പോ, നാട്ടിലേക്ക് വരുമ്പോ ഭാര്യനോട് വിളിച്ചു ചോദിച്ചാൽ ഇത്ര ലിസ്റ്റ് ഉണ്ടാവും, കുട്ടിയോട് ചോദിച്ചാൽ ഇത്ര ലിസ്റ്റ് ഉണ്ടാവും. അത് പറഞ്ഞതെങ്കാലും കൊണ്ടുവന്നില്ല എന്ന് കണ്ടാൽ ഭാര്യന്റെ മുഖം കൽത്തപ്പം പോലെ വീർത്തിരിക്കും. ഇവിടെ കൽത്തപ്പം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഉണ്ടോ? അല്ലെങ്കിൽ കണ്ണൂർ ജില്ലയിലെ ടയറപ്പം മനസ്സിലാക്കിയാൽ മതി. അവിടെ പോയാലുണ്ട് ഒരു ടയറപ്പം കണ്ണൂർ ജില്ലയിൽ. അപ്പോ എല്ലാ ഭാര്യമാരെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്, ഇവിടുത്തെ ഉമ്മമാരെ കുറിച്ചല്ല പറഞ്ഞത്, ചില സ്ത്രീകളാണ്. ഇനിയിപ്പോ എല്ലാ സ്ത്രീകളെ അങ്ങനെ പഠിച്ച് ആക്ഷേപിച്ചു എന്ന് പറയും വേണ്ട. അതേ സമയത്ത് ചില സ്ത്രീകൾ അങ്ങനെയാണ്. അതേ സമയത്ത് ഉമ്മാനോടൊന്ന് വിളിച്ചു ചോദിക്ക്. എന്താ വിളിച്ചു ചോദിക്കാന്നറിയോ? ഇങ്ങോട്ട് ഉമ്മാനോടൊന്ന് വിളിച്ചു ചോദിക്കുക എന്താ വേണ്ടതെന്ന്. അപ്പൊ ഉമ്മ അവിടുന്ന് പറയും, മോനെ നീ ഒന്ന് റാഹത്തായിട്ടൊന്ന് എത്തി കിട്ടിയാൽ മതി മോനെ, വേറൊന്നും വേണ്ട, ഇങ്ങൾ പോര്. ഉമ്മ അങ്ങനല്ല പറയാ. ഉമ്മാന്റെ അടുത്ത് ഒരു ലിസ്റ്റ് ഉണ്ടാവൂല. എന്നിട്ടോ നീ അവിടുന്ന് പുറപ്പെട്ടത് തൊട്ട് ഇവിടെ എത്തുന്നത് വരെ ഉമ്മാന്റെ ഈ കൈ ഉമ്മ ഇങ്ങനെ വെച്ചിട്ടുണ്ടാവൂല. എന്താ കാരണം? എന്റെ മോനെ ഒരു അപകടത്തിലും പെടുത്തല്ലേ അല്ലാ, ഒന്ന് എത്തിക്കണേ റഹ്മാനെ, എനിക്ക് എന്റെ മോനെ ഒന്ന് കാണാൻ നീ തൗഫീഖ് ചെയ്യണേ അല്ലാ. എന്താടാ അത്? എന്നിട്ട് ഉമ്മ മോന് ഗൾഫിൽ നിന്ന് പുറപ്പെട്ടിട്ട് മകൻ വീട്ടിലെത്തിയ ഉടനെ ഉമ്മ എന്താ ചെയ്യാ? ഉളു കൊടുക്കാൻ പോകും. എന്നിട്ട് 2 റക്അത്ത് ശുക്രിന്റെ നിസ്കാരമാണ്. അള്ളാഹ്ക്ക് ശുക്ർ ചെയ്തിട്ടുള്ള ഒരു നിസ്കാരം. മോൻ ഒരു പ്രയാസമില്ലാതെ ഒരു ബുദ്ധിമുട്ടില്ലാതെ എത്തിയല്ലോ എന്നൊരു സന്തോഷം. എന്നാ ഇന്ന് പുതിയൊരു ട്രെൻഡ് തുടങ്ങിയിരിക്കുക. ഒക്കെ ട്രെൻഡാ. അതാ ഞാൻ പറയണേ. എന്താ ട്രെൻഡ്? സർപ്രൈസ്.